വികസിക്കുന്ന ഒരു കൂട്ടരുണ്ട് നാട്ടില്. വെള്ളമുണ്ട, വെള്ളച്ചട്ട, വെള്ളമുണ്ട, വെള്ളജൂബ, വെള്ളസാരി, വെള്ള ഗ്ലൗസ്. അവര് മർക്കോസ് 6:3 ഈ ഒറ്റ വാക്യവും കൊണ്ടാണ് നാളുകളായിട്ട് നടക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നു മാതാവിന് ഈശോയെ കൂടാതെ വേറെ മക്കളുണ്ട്. അതിന്റെ തെളിവ് മർക്കോസ് 6:3 യേശുവിന്റെ സഹോദരന്മാരായ യാക്കോബും ജോസയും. പാലായിൽ ഒരു ചേട്ടന്റെ വീട്ടിൽ ഈ കൂട്ടര് വന്നു. ചേട്ടനെ കത്തോലിക്കാ സഭ വഞ്ചിച്ചിരിക്കുന്നു. അതെന്താ? മാതാവിന് യേശു മാത്രം മകനെന്നല്ല പറഞ്ഞത്. അല്ല, ചുരുങ്ങിയ വർഷം മറിയ 3 പ്രസവിച്ചു. തെളിവ് മർക്കോസ് 6:3. യേശുവിന്റെ സഹോദരന്മാരായ യാക്കോബും ജോസയും. പാലാക്കാരൻ ചേട്ടൻ അറിയാവുന്ന ബൈബിൾ മുഴുവൻ പറഞ്ഞു, നമസ്കാരം മൊത്തം പറഞ്ഞ് ഏൽപ്പിച്ചു. പക്ഷെ മറിയ 3 പ്രസവിച്ചെന്ന് സമ്മതിക്കാതെ ഈ ഗൈനക്കോളജിസ്റ്റുകൾ ഇറങ്ങിപ്പോകത്തില്ല. പാലാക്കാരൻ ചേട്ടൻ മടുത്തിട്ട് തന്റെ തനി രൂപം പുറത്തെടുത്തു, തലയെ കേട്ട് മുറുക്കി കേട്ടി, മുണ്ട് പൊക്കി കൂതി എന്ന് പറയും, എഴുന്നേക്കടാന്ന്. എടാ, മറിയ 3 അല്ല 300 പ്രസവിച്ചാലും നിന്റെ അപ്പന്റെ വീട്ടിൽ നിന്നല്ലോ ചെലവിന് കൊടുക്കുന്നത്. അട്ടസ്സുള്ളവന് അന്തസ്സിന്റെ ഭാഷ, കുറ്റി പറഞ്ഞവനാണ് അവന്റെ ഭാഷ. അതേസമയത്ത് അല്പം പഠിത്തമൊക്കെ ഉള്ളവരാണെങ്കിൽ അവരോട് പറയേണ്ടത് മർക്കോസ് 15-ാം അധ്യായം വായിക്കാൻ പറയണം. കാരണം മർക്കോസ് 15 പറയുന്നു, യേശുവിനെ തറച്ച കുരിശിന് ചുവട്ടിൽ അവന്റെ സഹോദരനായ യാക്കോബിന്റെ അമ്മയായ സലോമിയും ജോസയുടെ അമ്മയായ മറ്റേ മറിയവും നിന്നിരുന്നു. മാതാവിന്റെ ചേട്ടത്തിയന്തിമാരുടെ മക്കളാണ് യാക്കോബ്, ജോസെ എന്ന് മർക്കോസ് 15 അതിന്റെ ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അറിവുള്ളവരുടെ ആ ഉത്തരം, അല്ലെങ്കിൽ പാലാക്കാരൻ ചേട്ടന്റെ ഉത്തരം.